വൈഷ്ണവി, ഷാനു, ലാപ്ടോപ്പ് എടുത്തിട്ട് എൻ്റെ ക്യാബിനോട്ടൊന്ന് വന്നേ. ഇതാ വരുന്നു. വൈഷ്ണവി, അടുത്ത് തന്നെ നിന്നെ ഹെൽത്ത് കെയർ പ്രൊജക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. ഗുഡ് ന്യൂസ് എന്തെന്നാ അവിടെയും നിനക്ക് ഞാൻ തന്നെയാണ് മാനേജർ. ഓക്കെ അരവിന്ദ്. നിനക്ക് ഇത്തവണ 100% ഓൺ സൈറ്റ് ഗ്യാരണ്ടി. യാ ഓക്കെ അരവിന്ദ്. എന്തുപറ്റാടാ ഷാനു? ചില സമയത്ത് നല്ല ഹാപ്പി ആയിരിക്കും നീ, ചില സമയത്ത് ഡള്ളായിട്ട് വിഷമിച്ചിരിക്കുന്നു. വൈഷ്ണവി കാരണമാണോ? ട്രിപ്പിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നടാ, അവളെ നിന്റെ തോളിൽ തല വെച്ച് കിടന്നപ്പോൾ നീ അനങ്ങാതെ ഒത്തിരി നേരം അവിടെ ഇരുന്നായിരുന്നു. അവളെ അത്ര സ്നേഹിക്കുമ്പോൾ നിനക്ക് അപ്പം തന്നെ പ്രപ്പോസ് ചെയ്തൂടെ? വൈഷ്ണവി എന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ഞാൻ മനസ്സിൽ പ്രണയം കൊണ്ട് നടന്ന് പുറത്ത് ഫ്രണ്ടായിട്ട് അഭിനയിക്കുക. വൈഷ്ണവി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെ? ഷാനു, നിന്റെ പ്രണയത്തെപ്പറ്റി എനിക്ക് പറയേണ്ട കാര്യമില്ല, അത് നിന്റെ പേഴ്സണൽ മാറ്ററാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ പറയാം, നമുക്കിഷ്ടമുള്ളതെല്ലാം അത്ര പെട്ടെന്നൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ അതിനെ ഓർത്ത് ഒത്തിരി ടെൻഷൻ അടിക്കുന്നുണ്ട്. എടാ, നീ അങ്ങനെ ഒരുപാട് ആലോചിക്കാനൊന്നും പോകണ്ട, എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. ഓക്കെ, ലേറ്റ് ആവുക, നമുക്ക് പോയാലോ? യാ, ഇറങ്ങാം. വൈഷ്ണവി, പറയച്ചാ. അങ്ങനൊന്നും ഇല്ല അച്ഛാ. അച്ഛാ, ഞാൻ ഓഫീസിലാ, പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ അച്ഛാ, ബൈ. വൈഷ്ണവി ആയിരിക്കും. വൈഷ്ണവി കൂടെ വന്നോ? വൈഷ്ണവി, വൈഷ്ണവി, വൈഷ്ണവി അല്ലേ? ഷന്നു, സോറിഡാ. വൈഷ്ണവി നീ ഫ്രണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സഹിക്കാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്നതാ. ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊന്നും സാരമില്ലടി, നീ എന്തിനാ സോറി പറയുന്നേ? വൈഷ്ണവിയോട് നീ സംസാരിച്ചോ? ഇല്ല. സംസാരിക്കാൻ ശ്രമിച്ചപ്പോ അവൾ ഇയർഫോൺ എടുത്തു വെച്ചില്ലേ. പിന്നെ അരവിന്ദിന്റെ കൂടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ദിവസം മുഴുവൻ അങ്ങനെ പോയി. ഒരു തവണ നിനക്ക് വിളിച്ച് സംസാരിച്ചൂടായിരുന്നോ? സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് പേടിച്ചിട്ടാ ഫോൺ വിളിക്കാത്തെ. വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. അത് വിട് ഹാരിക. നീയല്ലേ പറയാറ് നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ അവർക്കറിയാൻ കഴിയുമെന്ന്. വൈഷ്ണവിന്റെ സ്നേഹം മനസ്സിലാക്കും, മനസ്സിലാക്കും, മനസ്സിലാക്കും. ഒരുപക്ഷെ നിന്റെ സ്നേഹം മനസ്സിലാക്കിയില്ലെങ്കിലോ? ഓക്കെ, നാളെ സംസാരിക്കാം. സമയം ഒരുപാടായി. നിങ്ങൾ പൊക്കോ, ചെല്ല്, പൊക്കോ. ഹരിക, വാ നമുക്ക് പോവാം.
വൈഷ്ണവി നീയോ? വൈഷ്ണവി അല്ല, വൈഷ്ണവി ഞാനാ. അല്ല, നീ എന്താ ഇവിടെ? എങ്ങനെയാ? ഹൗ? മിസ്റ്റർ ഷാനു, മെയിൻ ഗേറ്റിൽ എന്നെ ഓൾറെഡി 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യിപ്പിച്ചു. ഇനി നിങ്ങളുടെ ഡോറിന്റെ മുന്നിൽ നിൽക്കണോ? ഓ സോറി, അകത്തേക്ക് വാ. രാത്രി നീ വിളിച്ച സോറി പറയുന്ന വിചാരിച്ച് ഞാൻ ഉറങ്ങാതെ എത്ര നേരം വെയിറ്റ് ചെയ്തോന്നറിയാമോ? എന്നെ വല്ലാതെ നിങ്ങൾ എല്ലാരും കൂടെ ആക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ ഇവിടെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ലാന്ന്. എന്നിട്ട് നിങ്ങൾ എന്നെ ഇഗ്നോർ ചെയ്യാല്ലേ? ഇഗ്നോർ ചെയ്താലും ഞാൻ തന്നെ വന്ന് മിണ്ടാന്ന് കരുതിയപ്പോ നിങ്ങള് എന്റെ മുമ്പിൽ വന്നിട്ട് ശരി വൈഷ്ണവി വാ എന്ന് വിളിക്കുന്ന വിചാരിച്ചപ്പോ എന്തിനാ വന്നെന്നുള്ള ഭാവമായിരുന്നു. അപ്പൊ എനിക്ക് നല്ല ദേഷ്യം വന്ന് ഞാൻ അവിടെ പോയേ. അവിടെ നീ ഒന്നും കേട്ടില്ലായിരുന്നോ? ഇല്ലല്ലോ. എന്താ ഞാൻ ദേഷ്യത്തോടെ പോയതിന് എസ്സോ? ഇത് ആ എസ് അല്ല, വേറെ എസ്സാ. നിന്റെ ദേഷ്യം മാറിയോ? മോർണിംഗ് നിന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചു. ഞാൻ വരുന്നതിന് മുന്നേ നിങ്ങളെല്ലാം ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്കിടയിൽ പേഴ്സണൽസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാ ഞാൻ കൂളായേ. സോറി വൈഷ്ണവി, ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. അല്ല, ഈ കവറിലെന്താ? ഓ ഇതാണോ? ലാസ്റ്റ് ടൈം വഴക്കൂടിയപ്പോ നീ ലഞ്ച് കഴിച്ചില്ലല്ലോ. ഇത്തവണ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നി. അപ്പോ ഞാൻ നിനക്ക് ഉപ്മാവ് ഉണ്ടായിക്കൊണ്ടുവന്നു. ഹോസ്റ്റൽ ആന്റിയോട് വഴക്ക് കൂടും ചെയ്തു. ശരി, ഞാൻ ബ്രഷ് ചെയ്തിട്ട് അതൊക്കെ പിന്നെ ചെയ്യാം. നീ ആദ്യം പ്ലേറ്റ് എടുത്തോണ്ട് വാ, ഓൾറെഡി തണുത്തു. അല്ല, നീ രാത്രി തൊട്ടൊന്നും കഴിച്ചില്ലല്ലോ, നീ പാവല്ലേ. ഓക്കെ, ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം. എന്താ വൈഷ്ണവി, ഉപ്പുമാവില് മുന്തിരി ഇട്ടോ അതോ മുന്തിരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയോ? എനിക്കത് ഇഷ്ടാ. ഓ ഷാനു, രാത്രി തൊട്ട് ഞാനൊന്നും കഴിച്ചില്ല. അതിലെ പകുതി ഉപ്പുമാവ് എനിക്കും കൂടിയാ. സോറി, ഞാൻ പോയി പ്ലേറ്റ് ഏയ്, എടുത്തു. വേറെ പ്ലേറ്റിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ കഴിക്കാം. പക്ഷേ ഒരു സ്പൂൺ വേണം. അതിലെ കുക്ക് ചെയ്തപ്പോ കയ്യിൽ ഓയിലായി. എന്താ വൈഷ്ണവി ഇത്? കെയർഫുൾ ആയിരിക്കട്ടെ. വേണമെങ്കിൽ ഓർഡർ ചെയ്യായിരുന്നല്ലോ. വേദനിക്കുന്നുണ്ടോ? എനിക്ക് കുക്ക് ചെയ്ത് തരണമെന്ന് തോന്നി. അത്ര വേദനയൊന്നുമില്ല ഷാനു. ബേണോൾ അപ്ലൈ ചെയ്തു, ബാൻഡേഡ് ഇട്ടു. നൗ ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ടാ സ്പൂണിൽ കഴിക്കാന്ന് വിചാരിച്ചേ. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പറ്റില്ലല്ലോ. വിശന്നിട്ട് നിക്ക്, വരാം. ഞാൻ സ്പൂൺ എടുത്തോണ്ട് വരാം. ഹൗ? ശ്ശേ, അത് പിന്നെ സ്പൂണെല്ലാം കഴുകാനിട്ടിരിക്കുക. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വൈഷ്ണവി, ഞാൻ വാരി തന്നാലോ? ഞാനും അത് തന്നെ ആലോചിച്ചോണ്ടിരുന്നേ. പക്ഷേ എങ്ങനെയാ ഞാനത് ചോദിക്കാന്ന് വിചാരിച്ചു. ഓക്കെ. നീ കഴിക്കും. നന്നായിട്ടുണ്ടോ? എടാ അളിയ, എന്താടാ? നമ്മുടെ HR സാരിയിൽ പൊളിയല്ലേ? അമ്പടാ, നീ HR നോട്ടോ കേട്ടോ. അതേടാ, എനിക്ക് HR ഇഷ്ടാടാ. അയ്യോ, എന്താ ലോകേഷ്, എന്നോട് പ്രേമ? അങ്ങനെയൊന്നുമില്ല ശ്രുതി. പേടിക്കണ്ട, പ്രേമിക്കേ, പക്ഷെ എന്നോട് പറയരുത്, ഓക്കെ? ഇവനോടൊക്കെ ജോലി ചെയ്യാൻ പറഞ്ഞ എന്താണ് അളിയത്? പ്രോഗ്രാം എഴുതാൻ വേണ്ടി പറയുന്നു, പക്ഷെ റൺ ചെയ്യണ്ട പോലും. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് Good മോർണിംഗ് morning, ശ്രുതി. അല്ല, ഷനു വൈഷ്ണവ് ഇതുവരെ വന്നില്ലേ? ഷനു ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. വരുമായിരിക്കും. ഓക്കെ,
ലഞ്ച് ടൈമിൽ മീറ്റ് ചെയ്യാം. ഓക്കെ സുധി. ഡോൺ, ഷനുവിനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് അറിയില്ലടാ. പാവം ടെൻഷൻ അടിച്ചിരിക്കായിരിക്കും. ഗുഡ് മോർണിംഗ് ഷനു. ഗുഡ് മോർണിംഗ് വൈഷ്ണവി. ഗുഡ് മോർണിംഗ് അരവിന്ദ്. എന്താ 1 hour ലേറ്റ് ആയത്? കള്ളം ഞാൻ പറയാം. നമ്മുടെ ഷനു എന്നെ പ്രേമിക്കുന്ന കാര്യം എന്റെ വീട്ടുകാരറിഞ്ഞു. പിന്നെ സുമോ ആയി, ചേസിംഗ് ആയി, ജമ്പിങ് ആയി, പിന്നെ ബോംബ് ബ്ലാസ്റ്റും. അതൊക്കെ കടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും 1 hour ലേറ്റായി. അതെന്താ അരവിന്ദ് കള്ളം കൊള്ളാം ക്രേസി എന്നൊന്നും പറയാതെ പോയേ? അപ്പോ കള്ളം വിശ്വസിച്ചില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞത് പറയണമായിരുന്നു. അതിനേക്കാളും വലിയ കള്ളം വേറില്ലല്ലോ. വാ. ഉം. മനോഹർ, ഉം? അങ്ങോട്ട് നോക്ക്. ആ? ഷനു ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. എങ്ങനെ സമാധാനപ്പെടുത്തുന്നു നമ്മൾ ആലോചിച്ചു. പക്ഷെ ഇവരെന്താടാ ക്ലോസപ്പ് ആഡിലെ ജോഡികളെ പോലെ ചിരിച്ചോണ്ടൊക്കെ വരുന്നു. ഹായ് ഗായ്സ്, എല്ലാരോടും സോറി. ഞാൻ ഇന്നലെ കുറച്ച് ഓവറായിട്ട് ആക്ട് ചെയ്തു. ഒരു മിനിറ്റ്, അച്ഛൻ കോൾ ചെയ്യുന്നു. എന്താ ഷനു, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? അന്ന് അവളൊന്നും കേട്ടിട്ടില്ലടാ. അവള് കരുതി നമ്മൾ അവളെ അവോയ്ഡ് ചെയ്യാണെന്ന്. പാവം, അവൾ നല്ലവളാ. ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ വന്നിരുന്നു, അതും ടിഫനും കൊണ്ട്. പറഞ്ഞില്ലേടാ, എനിക്ക് അവളെ വിശ്വാസമാ. ഇപ്പൊ എല്ലാം സെറ്റായില്ലേ? ഇപ്പൊ എല്ലാം സെറ്റാടാ. ഞങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലവും ഇല്ല. വൈഷ്ണവി, എന്തുപറ്റി ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് ഇമ്മീഡിയറ്റ്ലി 1 week ലീവ് വേണം. വൈഷ്ണവി, 1 week ലീവ് എന്തിനാ? ഫാമിലി ഗാദറിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. സോ എല്ലാവരും കൂടെ തിരുപ്പതിക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പോ എനിക്ക് ലീവ് വേണം. ഓ, ഞാൻ അവരോട് പറഞ്ഞതാ വർക്ക് കൂടുതലാ, ലീവ് എടുക്കാൻ പറ്റില്ലെന്ന്. അപ്പൊ പറയാ ജോബിന്ന് റിസൈൻ ചെയ്യേ, നീ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന്. അതാ ഞാനിപ്പോ അതിനെന്തിനാ സങ്കടപ്പെടുന്ന വൈഷ്ണവി? 1 weekന്റെ കാര്യമല്ലേ. നീ ടെൻഷൻ ആവണ്ട. ശ്രുതിയോട് ഞാൻ സംസാരിക്കാം. നീ മെയിൽ പ്രിപ്പയർ ചെയ്യാ. പറയാച്ചാ. എന്താടാ 1 week ലീവ് വേണമെന്നൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ന്യൂ വേർഷൻ എൻഡിങ് ടൈമാണ്. അരവിന്ദ് സമ്മതിക്കോ? ഞാൻ പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ ജോബ് വേണ്ടെന്ന് വെക്കും. ജോബ് വേണ്ടെന്ന് വെച്ച പിന്നെ വൈഷ്ണവിയെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോ ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കാനാണോ പറയുന്നത്? വൈഷ്ണവി, നിനക്ക് എപ്പോഴാണ് ലീവ് വേണ്ടേ? ഇന്ന് മുതൽ. ഇന്ന് രാത്രി എല്ലാരും കൂടണമെന്നാ. ഷനു, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? 1 week ലീവ് ഇപ്പൊ പറ്റില്ലടാ. അത് ഈ സമയത്ത് ഓൾറെഡി നിങ്ങൾ ലിമിറ്റഡ് റിസോഴ്സസിലാണ് ജോലി ചെയ്യുന്നത്. നോ വേ. ശ്രുതി, ഇത് മാത്രം എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യേ. നിനക്ക് വേണ്ടിയാണെങ്കിൽ എന്താ ഷനു? ഇതൊരു സോഫ്റ്റ്വെയർ ഓഫീസാ. ഞങ്ങൾക്ക് ചില റോൾസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ഫോളോ ചെയ്യണം. മനസ്സിലായോ?
സോറി ശ്രുതി. ഷനു ഇരിക്കെ. ഇപ്പൊ നീ എന്തിനാ അവൾക്ക് ലീവിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവൾക്ക് 1 വീക്ക് ലീവ് കൊടുത്തില്ലെങ്കിൽ അവൾ ഈ ജോബ് വിടുമെന്നാ പറയുന്നേ. അവൾ ഈ ജോലി വിട്ടാ പ്ലീസ് ശ്രുതി. അരവിന്ദിനോട് സംസാരിച്ചിട്ട് ഞാൻ ഫൈനൽ പറയാം. ഷനു, ഞാനൊരു മാനേജർ ആയതുകൊണ്ട് പറയാ, എനിക്ക് ഓൺ ടൈം വർക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുമല്ലോ? ഓക്കെ അരവിന്ദ്, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഡൺ. എന്തു ഷനു? ലീവ് കൺഫേമാ. അരവിന്ദിനോടും ശ്രുതിയോടും പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഹെൽപ്പ് വേണം. രാത്രി നീ എന്നെ ഡ്രോപ്പ് ചെയ്യോ? അതെന്താന്ന് വെച്ചാ രാത്രി ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അത്ര സേഫ് അല്ല, അതുകൊണ്ടാ. അതൊക്കെ ചോദിക്കണം വൈഷ്ണവി. ഐ മീൻ ഫ്രണ്ടായിട്ടിരിക്കാൻ വേണ്ടിയാ. നിങ്ങളും വരുമോ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ? ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഓ, എനിക്കും ജോലിയുണ്ട്. പറ്റില്ല. ഓക്കെ ഓക്കെ. അച്ഛാ, ഞാനിപ്പോൾ ഇറങ്ങി. ബസ്സിൽ കയറിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. അപ്പം നമുക്ക് പോവാം. വൈഷ്ണവി, അവിടുത്തെ കാര്യം കഴിഞ്ഞ ഉടൻ തന്നെ മടങ്ങി വരില്ലേ? അല്ലാതെ 1 വീക്ക് ഉണ്ടെന്ന് കരുതി വെയിറ്റ് ചെയ്യണ്ട. ഐ മീൻ ഓഫീസ് വർക്ക് ബാക്കിയുണ്ടല്ലോ. ആക്ച്വലി ഷാനു, എനിക്കും പോണമെന്നില്ല. പക്ഷേ ഫാമിലി കാര്യങ്ങളിലൊക്കെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ, അതാ പോകുന്നത്. അല്ല, ഞാൻ ഹാരികയോടും അവരോടും വരാൻ പറഞ്ഞപ്പോൾ നീ എന്തിനാ വേണ്ടെന്ന് ആംഗ്യം കാണിച്ചേ? നീ ഭയങ്കര ഇന്നസെൻ്റാ ഷാനു. നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും. അങ്ങനൊന്നും ഇല്ല വൈഷ്ണവി. അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ. അമ്മ ഈ ടൈമിൽ വിളിക്കുന്നേ? സാരില്ല, നീ കോൾ എടുക്ക്, ഞാൻ സൈലന്റ് ആയിട്ടിരിക്കാം. അത് അമ്മേ, ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നീട് വിളിക്കാം. കോള് കട്ട് ചെയ്ത നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. തമാശയല്ലടാ, സീരിയസാ. നീ പറയുന്ന കേക്ക്. നീ എപ്പോഴാടാ കല്യാണം കഴിക്കുന്നേ? അമ്മേ, ഞാൻ കല്യാണം കഴിക്കാന്ന് അമ്മയോട് പറഞ്ഞതല്ലേ? 2 വർഷമായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാം. എടാ ഷനു, എന്റെ ഫ്രണ്ട് മല്ലേശ്വരി ഇല്ലേ, അവളുടെ മോള് മേഘന നിനക്ക് നന്നായി ചേരോടാ. അന്ന് നമ്മുടെ വീട്ടിൽ വന്നപ്പോ അവള് നിന്റെ ഫോട്ടോ കണ്ടടാ. അവക്ക് നിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങ് ഉറപ്പിച്ചാലോ മോനെ? ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞതല്ലേ അമ്മേ, ഒന്ന് സമാധാനപ്പെട്. ഏയ്, ഫോൺ കൊണ്ടുവന്നേ. എടാ ഷനു, നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഈ പ്രായത്തിൽ പ്രണയം ഇല്ലാതെ കല്യാണം കഴിക്കാതെ എന്താ നിന്റെ പ്ലാൻ? ഡാ, ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലേ നീ ആ പെണ്ണിനെ കൊണ്ട് വാ. ഇനി ഒരു കുട്ടിയായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാ ചെയ് പറയുന്നേ? മനോഹർ എന്റെ അടുത്ത് പറഞ്ഞുവിടാ നിന്റെ കാര്യങ്ങളൊക്കെ. അച്ഛാ, ഞാനിപ്പോ ഡ്രൈവിംഗില്ല, പിന്നീട് അങ്ങോട്ട് വിളിച്ചോളാം. ഓ, ഡ്രൈവ് ചെയ്യാണോ? ശരി ശരി, വീട്ടിൽ ചെന്നിട്ട് വിളിക്ക്. സൂക്ഷിക്കണേ. നിന്റെ അച്ഛൻ ക്രേസി ഓഫറാണല്ലോ തന്നത്, ട്രൈ ചെയ്യേ. നിന്റെ ഇത് സൂപ്പർ ഫാമിലിയാ, നീ ഭയങ്കര ലക്കിയാ. വൈഷ്ണവി, തൃശ്ശൂരിൽ എവിടെയാ? എന്തിനാ? തൃശ്ശൂർ വരെ ഡ്രോപ്പ് ചെയ്യാനാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഷാനു, എന്തു പറ്റി? ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ. കാം ഡൗൺ. സൈഡിലോട്ട് നിർത്ത്.
വൈഷ്ണവി ഫോൺ ചെയ്യണം കേട്ടോ. കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാ, എല്ലാവരും ഉണ്ടാവുമല്ലോ. ഞാൻ എപ്പോഴും ടെക്സ്റ്റ് ചെയ്യാം. ഹലോ, അതെ അച്ഛാ, ഞാൻ ലൊക്കേഷനിൽ തന്നെ ഉള്ളത്. നിങ്ങൾ എപ്പോഴാ വരാ? ഓക്കെ. ഷനു, ഓക്കെ, സൂക്ഷിച്ചു പോണേ. എപ്പോൾ വേണേലും ടെക്സ്റ്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ട് വന്നോ. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണം. വേറെ എന്തെങ്കിലും മറന്നുപോയോ? വാട്ടർ ബോട്ടിൽ, ഓ അത് ബസ്സിൽ തരുമല്ലോ. കഴിച്ചായിരുന്നോ? ഷനു, കഴിഞ്ഞോ? ഞാനെന്നാ പൊക്കോട്ടെ. ശരി, ഓക്കെ. ഞാൻ ടൈമിന് ഭക്ഷണം കഴിച്ചോളാം. സേഫായിട്ടിരുന്നോളാം. ഓക്കെ, ബൈ. ശരി, വാ. സാറില്ല, ഞാൻ പൊക്കോളാം. ബൈ. ഈ 1 വീക്ക് ഞാൻ എങ്ങനെ തള്ളി നിൽക്കും വൈഷ്ണവി? വൈഷ്ണവി, നെക്സ്റ്റ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രോജക്റ്റ് അത് നല്ലോണം ശ്രദ്ധിക്കണം. അല്ല വൈഷ്ണവി, മനോഹർ, എത്രയാ വേണ്ടത്? 10K. അയച്ചിട്ടുണ്ട്. താങ്ക്സ് റാ. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വരാം. ശരിടാ, ചെല്ല്. നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ സയൻസ് കൊണ്ട് ഹെൽപ്പ് ചെയ്തെങ്കിൽ നന്നായിരുന്നേനെ. നിന്റെ ജാതകം ഒന്ന് കാണിക്കാമോ? ഫ്ലെയിംസ് എഴുതി നോക്കാന്നാ ഞാൻ വിചാരിക്കുന്നത്. ഫ്ലെയിംസാ? ആ, പക്ഷെ എനിക്കത് അറിയില്ല. നിനക്കറിയോടാ? അറിയാമോന്നാ? അത് വെച്ച് ഞാൻ ക്ലാസ്സിൽ എത്ര പേരുടെ കല്യാണം നടത്തിയെന്നറിയോ? നീ പോയി പേനയും പേപ്പറും എടുത്തോണ്ട് വാ. വേഗം. ഒന്നുമില്ല ഷനു, ഇതിലെ മാച്ചിങ് ലെറ്റേഴ്സ് ക്രോസ് ചെയ്യണം, അത്രേ ഉള്ളൂ. എസ് എസ്, എച്ച് എച്ച്, എൻ എൻ. ഇപ്പൊ നമ്മള് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യണം. ഓക്കെ, 1 2 3 4 5 6 7. എടാ, 7 അതെന്റെ ലക്കി നമ്പറാ. ഇതാ കണ്ടില്ലേ, ഇപ്പൊ 7 വന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാം ഒന്നുകൂടെ എണ്ണ. ഓക്കെ, ഓക്കെ. 1 2 3 4 5 6 7. അവള് എന്റെ ഫ്രണ്ട് അല്ലടാ. പറഞ്ഞില്ലടാ ഫ്രണ്ട് അല്ലാന്ന്. അട്രാക്ഷനും അല്ലടാ. എന്റെ സിൻസിയർ ലവ്. 1 2 3 4 സിസ്റ്ററും അല്ലടാ. ഒബ്വിയസ്ലി. അത്ര ഉള്ള അളിയാ. എടാ, ലവും പോയടാ. എന്നാ മാരേജ് നോക്ക്. 1 2 3 4 5 6 7. മാരേജും പോയടാ. ഈ എന്താടാ? ഈ എന്ന് വെച്ചാ എനിമിയാടാ. വൈഷ്ണവി നിനക്ക് കിട്ടും. നിങ്ങൾ ഹസ്ബൻഡും വൈഫും ഒക്കെ ആവും. അതെന്ത് ലോജിക്കാടാ? ഭാര്യയും ഭർത്താവിനെ കാട്ടി വലിയ എനിമീസ് ആരാടാ ഉള്ളത്? അത് കൊള്ളാം. തിരുപ്പതി ട്രിപ്പ് നന്നായി പോയില്ലേ അളിയാ? ഒരാള് പോലും മുട്ട അടിച്ചില്ല. അത് തന്നെ ഒരു സ്റ്റൈല്. അതിരിക്കട്ടെ, അബിയുടെയും വൈഷ്ണവിന്റെയും കല്യാണത്തെ കുറിച്ച് എന്ത് പറയാൻ അളിയാ? ഞങ്ങൾ എന്ത് പറയാനാ? രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ അത് നടത്തിയേക്കാം. പക്ഷെ ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട. എനിക്ക് അബിയോടുള്ള സ്നേഹം പോലെ തന്നെയാണ് എനിക്ക് വൈഷ്ണവിയോടുള്ള സ്നേഹവും. ഓക്കെ. അയ്യോ, നമ്മള് ലേസ് പാക്കറ്റ് വാങ്ങാൻ മറന്നുപോയല്ലോ. വൈഷ്ണവി, എന്താച്ചാ? മോളെന്തെങ്കിലും വന്നേ. പറയച്ചാ? അത്
ഒന്നുമില്ല മോളെ, അബിയുടെ നിന്റെയും കല്യാണം നടത്താന്ന് വിചാരിക്കുന്നു. അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഇത്ര പെട്ടെന്ന് എന്തിനാ കല്യാണം? അതെ, അവൻ US പോയി കഴിഞ്ഞാലേ പിന്നെ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ. അതുകൊണ്ടാ. മോൾക്ക് അബിയെ ഇഷ്ടമാണോ? ആ, അബി എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എന്ത് പക്ഷേ? ഓക്കേന്ന് പറ മോളെ. ആ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി മോളെ. ഓക്കെ അങ്ങളെ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ. ശരിയാ. അപ്പോഴേക്കും നിന്നെ കല്യാണം? ചെറുപ്പം മുതലേ പറഞ്ഞോണ്ടിരിക്കുന്നതല്ലേ നിന്റെ അബിയുടെ കല്യാണത്തെ പറ്റി. ഷനുവിന്റെ മെസ്സേജാണോ? എനിക്കെന്തോ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഷനു നിന്നെ ഡീപ്പായിട്ട് ലവ് ചെയ്യുന്നുണ്ടെന്നാ തോന്നുന്നേ. നീയും ഇപ്പൊ അതിൽ വീണ പോലൊക്കെ തന്നെ ഉണ്ട്. മെസ്സേജ് വന്നപ്പോഴേക്കും എന്താ അവളുടെ ഒരു സന്തോഷം. മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. വി ആർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ്. എന്നാലും നീ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോ? 18K വാച്ചൊക്കെ ഗിഫ്റ്റ് ചെയ്തെന്ന് പറയുമ്പോ അതെന്താ ഫ്രണ്ട്സ് കൊടുക്കാറില്ലേ? അതുപോലെ തന്നത്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഫ്രണ്ട്സാ? ഓ, ശരി, നീ ഒന്ന് ആലോചിക്കേ. ഞാനിപ്പോ പോവാ. ആ ഷനുവിനെ ഫ്രണ്ടായിട്ട് തന്നെയല്ലേ കാണുന്നേ? പ്രേമിക്കുന്നുണ്ടാവോ? ഒരു തവണ ഷനുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ആലോചിക്കാം. എന്തായത്? ആകെ വേർത്തല്ലോ. എനിക്കെന്തിനാ ഷനുവിനെ കാണാൻ തോന്നേ? എനിക്കെന്താ സംഭവിക്കുന്നേ? ഇതാണോ ശരിക്കും ലവ്? പക്ഷെ അവൻ എന്നെ ഫ്രണ്ടായിട്ടല്ലേ കാണുന്നേ? അവരുടെ വീട്ടിൽ അലയൻസ് നോയിക്കൊണ്ടിരിക്കല്ലേ? ഓ, ഈ സമയത്ത് ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്താൽ ശരി, ഒരു പ്രാവശ്യം ഷനുവിനോട് തന്നെ ചോദിക്കാം. ഹായ് ഷനു. ഹായ് മിസ്റ്റർ ഷനു. വൈഷ്ണവി. ഹായ് വൈഷ്ണവി. ഷനു,
ശരിക്കും നമ്മൾ ഫ്രണ്ട്സ് തന്നെയാണോ? നമ്മൾ ഫ്രണ്ട്സ് ആണോ എന്നോ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മൾ ഫ്രണ്ട്സ് അല്ല വൈഷ്ണവി. നിന്നോടത് തുറന്നു പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സാ. അങ്ങനെയാണെങ്കിൽ ഷനു എന്നെ പ്രേമിക്കുന്നില്ലേ? എന്നെ ഫ്രണ്ടായിട്ടാണോ കാണുന്നേ? ഒന്ന് ചോദിച്ചു നോക്കാം. ഉറപ്പായിട്ടും ഫ്രണ്ട്സ് തന്നെയാണോ? ഉറപ്പായിട്ടും ഫ്രണ്ട്സ് തന്നെയാണോ? എന്താ ഇത് വൈഷ്ണവി? എനിക്ക് ഭ്രാന്ത് പിടിക്കുക. നീ ഫ്രണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കരച്ചില്ല വരുന്നേ. ഉറപ്പായിട്ടും ഫ്രണ്ട്സ് തന്നെയാ, 100%. ഇപ്പൊ എന്താ പെട്ടെന്നൊരു ഡൗട്ട്? ഉറപ്പായിട്ടും ഫ്രണ്ട്സ് തന്നെയാ, 100%. ഇപ്പൊ എന്താ പെട്ടെന്നൊരു ഡൗട്ട്? നമ്മള് ഫ്രണ്ട്സ് തന്നെയാ. സോറി ഷാനു, എന്നെ ഡിന്നറിന് വിളിക്കുക. ബൈ. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സ് തന്നെയാ. സോറി ഷണു, ഡിന്നറിന് വിളിക്കുക. ബൈ. ഓക്കെ, ബൈ. എന്റെ സ്നേഹം നിനക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ? എന്തോ പറ്റിടാ? വൈഷ്ണവി മെസ്സേജ് അയച്ചില്ലേ? വിട്ടേക്കടാ. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടോണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഉറപ്പായിട്ട് ഫ്രണ്ട്സ് അല്ലേ, ശരിക്കും ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടോണ്ടിരിക്കുക. നീ ആ ഫോണൊന്നെങ്കിൽ തന്നെ. എടാ ഷനു, എനിക്ക് തോന്നുന്നത് വൈഷ്ണവിക്ക് നിന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെന്നാ. ഈ മെസ്സേജ് നീ എന്തിനാണ് ഇങ്ങനെ വായിക്കുന്നേ? ഒന്ന് മാറ്റി വായിച്ചു നോക്കിയേ. ഷനു, നമ്മൾ ഫ്രണ്ട്സ് ആണോ? നമ്മൾ ശരിക്കും ഫ്രണ്ട്സ് ആണോ? സോറി ഷനു. ഡോൺ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇടാ, ഇതിന് മുന്നേയുള്ള മെസ്സേജ് നോക്കി നിങ്ങൾ എങ്ങനെയാ സംസാരിച്ചേ? ശരിക്കും ഫ്രണ്ട്സ് ആണോ ചോദിക്കേണ്ട കാര്യം എന്താ? ഹാരിക പറഞ്ഞ പോലെ നിന്റെ ഇഷ്ടം അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വെറും ഫ്രണ്ട്സ് ആണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചായിരിക്കും. എന്ന് വെച്ചാ വൈഷ്ണവിക്ക് എന്നെ ഇഷ്ടമാണെന്നാണോ? നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? വൈഷ്ണവിക്ക് നിന്നെ ഇഷ്ടമാണ്. എടാ ഷനു, ഇനി നീ അയക്കേണ്ട മെസ്സേജ് എങ്ങനെയാണെന്നറിയോ? അതിന് നിന്റെ സ്നേഹം മൊത്തം ഉണ്ടാവണം. പിടിച്ചോ. എടാ വാടാ, നമുക്ക് ഈ കാര്യം ഹാരികയോട് പറയാം. യെസ് യെസ് യെസ്. ദൈവമേ,
നിന്നെ കൂടാതെ ഒരു ജീവിതം എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. ഐ ലവ് യുടാ, ഐ ലവ് യു. ഷനു, കോൾ സെൻഡ്. ഇതുവരെ ലോഡ് വന്നില്ലേ? അവരോടൊന്ന് സംസാരിച്ചു നോക്ക്. ഇമ്മീഡിയറ്റ് അറേഞ്ച് ചെയ്യണം. ഓക്കെ അല്ലേ? സിങ്കിനടുത്ത് ഫോൺ ചാർജ് ചെയ്യാൻ വെക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ആ സിങ്ക് ശരിയല്ല. വെള്ളം കാണും വീണാ ഫോൺ ചീത്തയായി പോകത്തില്ലേ? ആ വൈഷ്ണവി, എൻ്റെ ചാർജർ കാറിലായിപ്പോയി. ഞാൻ നിന്റെ ചാർജർ ഒന്ന് എടുക്കുക. ദാ വൈഷ്ണവി ഫോൺ. ബ്ലൂടിക്ക്. അപ്പൊ അവള് മെസ്സേജ് കണ്ടു കാണുമല്ലേ? വൈഷ്ണവി, നീ എന്നെ ഫ്രണ്ടെന്ന് പറയുമ്പോൾ കരച്ചിലാ വരുന്നത്. ഞാൻ എല്ലാവരും പോലെ ഒന്നും അല്ല. ലവിനെ പറ്റി ഒന്നും അറിയില്ല. വർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാ നിന്നെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് തോന്നിയത്. നീ മിസ്റ്റർ ഷണു എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ഓരോ നിമിഷം എനിക്ക് നിന്നെ ഓർമ്മ വരുന്നത്. എപ്പോഴും നിന്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹം തോന്നുക. ഒരു ദിവസം നീ ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അങ്ങനെയുള്ളപ്പോൾ ഈ 1 വീക്ക് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ബസ് സ്റ്റാൻഡിൽ നിന്നെ കൊണ്ടുവന്ന് വിടുമ്പോൾ എനിക്ക് എൻ്റെ ജീവൻ പോകുന്ന വേദനയാണ് തോന്നിയത്. എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. ജീവിതകാലം മൊത്തം നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മൾ ഫ്രണ്ട്സ് അല്ല വൈഷ്ണവി, നമ്മൾ ഫ്രണ്ട്സ് അല്ല. ലൈഫ് ലോങ് നിന്റെ കൂടെ ഉണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. നീ എൻ്റെ ജീവനാ. ഐ ലവ് യു വൈഷ്ണവി, ഐ ലവ് യു. ഒന്നാ ഷനുവിനോട് സംസാരിച്ചാലോ? അയ്യോ മോളെ, ഫോൺ സിങ്കിൽ വീണല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോൺ ചാർജ് ചെയ്യാൻ സിങ്കിനടുത്ത് വെക്കരുതെന്ന്. അതിന് വിഷമിക്കണ്ട, ഞാൻ ഫോൺ നന്നാക്കാൻ കൊടുക്കാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ എന്തിനാ? നെക്സ്റ്റ് വീക്ക് ആപ്പിൾ ഐഫോൺ പുതിയ മോഡൽ ഇറങ്ങുകയല്ലേ, നമുക്കതൊന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ തന്നെ ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടല്ലോ. മോൾ എൻ്റെ ഫോൺ ഉപയോഗിച്ചോ. ഓക്കെ അല്ലേ? ഓക്കെ അച്ഛാ. വൈഷ്ണവി, മോളൊന്നിങ്ങ് വന്നേ. പയ്യെ 1-2 മാസത്തിനുള്ളിൽ USA പോവും. പോയി കഴിഞ്ഞാൽ 5 years കഴിഞ്ഞ് വരൂ. അതുവരെ അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? വേറെ ഏതെങ്കിലും വീട്ടിലാണ് മോള് പോകുന്നതെങ്കിൽ ആ വീട്ടുകാരെങ്ങനെ ഇരിക്കും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പയ്യൻ നിന്നെ കല്യാണം കഴിച്ച ആളി നിന്നെ നന്നായി നോക്കിക്കോളും. അളീനെ മോളെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നോക്ക്, ഈ ഫോട്ടോയിൽ നീയോ അവന് എന്ത് ചേർച്ചയാണെന്ന്. എല്ലാവരും കല്യാണം എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ കല്യാണം നടന്നാൽ എല്ലാവരും എന്ത് ഹാപ്പി ആയിരിക്കും എന്നറിയോ? ശരി, മോളി ചെക്കൻ്റെ ഫോട്ടോ നോക്കിട്ടിരിക്കേ. അച്ഛ ഇപ്പോൾ വരാം. ഓക്കെ അല്ലേ? അളിയാ, ആ അളിയാ, അതാ വരുന്ന. ഒരു മിനിറ്റ്. നീ മെസ്സേജ് വായിച്ചു കഴിഞ്ഞല്ലേ? മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്കറിയാം വൈഷ്ണവി, നിനക്കും എന്നെ ഇഷ്ടമാണെന്ന്. സത്യമായ പ്രണയം ഒരിക്കലും തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല, ഒരിക്കലും. വൈഷ്ണവി.